സാധിക്കണമേ എന്ന ഏക മനസ്സോടെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് ബിഷപ്സ് കൗൺസിൽ കെരിഗ്മയിലൂടെ അവരുടെ കാറ്റഗിസം ടീച്ചേഴ്സിനെ, അതായത് വിശ്വാസ പരിശീലകരായ സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരായ അധ്യാപകരെയും ട്രെയിൻ ചെയ്യുന്ന ഈ സംരംഭത്തെ അവിടുത്തെ പാദാന്തികത്തിൽ സമർപ്പിച്ച് അതിന്റെ വിജയത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനായി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ എല്ലാ റിസോഴ്സ് പേഴ്സൺസിനെയും കോർഡിനേറ്റേഴ്സിനെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന എല്ലാ മെമ്പേഴ്സിനെയും കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ആ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ എല്ലാ പാർട്ടിസിപ്പൻസിലേക്കും മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുവാനുള്ള കൃപാവരങ്ങളാൽ അവരെ നിറയ്ക്കണമേ. കാരുണ്യവാനായ ദൈവമേ, മിശയുടെ മെയിൻ ഫോക്കസ് ആയ വചന പ്രഘോഷണം ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിക്കുവാനുള്ള കൊച്ചു കൊച്ചു ഉപകരണങ്ങളായി ഞങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ. ഈ കോഴ്സിനെ നല്ല രീതിയിൽ നടത്തുന്നതിനായി എല്ലാ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുത്ത എല്ലാവരെയും ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരെ എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, നയിക്കണമേ. മിസിയോയിലൂടെയും ഈ കോഴ്സിലൂടെയും അനേകായിരങ്ങൾ നിത്യരക്ഷയുടെ തീരത്തെത്തുവാൻ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, അങ്ങേ മക്കളായ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. തിരുക്കുടുംബത്തിന്റെ പാലകനായ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. മിസ്യോ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനോർത്തെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്യോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്യോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്യോ ടീമിനെ സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മിസ്യോ പ്രിലിംസ് രണ്ടാമത്തെ സെക്ഷൻ മനോഹരമാക്കുവാൻ നല്ലൊരു പ്രാരംഭ ഗാനം ആലപിച്ച ജെയിൻ ചേച്ചിക്കും ബൈബിൾ റീഡിംഗ് ആൻഡ് പ്രയർ നടത്തിയ ആനി ജോൺ, ആനി ആന്റിക്കും നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, 1 യോഹന്നാൻ 3:1 വചനം പറയുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. 7 നിത്യസത്യങ്ങളിൽ ഒന്നാമത്തെ നിത്യസത്യമായ ദൈവസ്നേഹം എന്ന നിത്യസത്യത്തെ കുറിച്ച് അറിയുവാൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവനാമത്തിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നതിനായി പുനലൂർ രൂപത അധ്യക്ഷൻ അഭിവന്ദ്യ സിൽവസ്റ്റർ കുഞ്ഞുമുത്തൻ പിതാവ് നമ്മോടൊപ്പമുണ്ട്. പിതാവിനെ സ്നേഹബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വൈൻഡപ്പ് സെഷൻ കൈകാര്യം ചെയ്യുന്നത് പ്രൊഫസർ CC ആലിസ് കുട്ടിയാണ്. ആലിസ് അമ്മച്ചിയെയും ഒപ്പം ഇന്നത്തെ സെഷനിൽ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവസ്നേഹത്തെ കുറിച്ച് പ്രൊക്ലമേഷൻ ചെയ്യുന്നതിനായി മിസ്സിസ് വത്സമ ജോസഫ്, വത്സമ ആന്റിയെ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
താങ്ക് യു ജിസ്മ. ദൈവത്തിൻ്റെ സ്തുതി. പ്രിയമുള്ളവരെ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്താൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു വചനം ഇതാണ്. സങ്കീർത്തനം 110:3. വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടികൂടാതെ തങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും. ഉഷസ്സിൻ്റെ ഉദരത്തിൽ മഞ്ഞെന്ന പോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും. ഈ വചനം ഇപ്പോൾ ഇവിടെ അന്വർത്ഥമായിരിക്കുകയാണ്. ധാരാളം പേരിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവസ്നേഹം അനുഭവിക്കാനും മനസ്സിലാക്കാനും ഒക്കെയായി. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയുന്നത് എനിക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഹൃദയം തുറന്നു വെച്ചു. ദൈവസ്നേഹം ഒഴുകും. ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി വ്യവസ്ഥകളൊന്നും കൂടാതെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിരന്തരം സ്നേഹിക്കുന്നു. അവിടുന്ന് സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇതൊരു ഓട്ടോമാറ്റിക് സെറ്റിംഗ് ആണ്. അവിടുന്ന് സ്നേഹം തന്നെ ആയതുകൊണ്ട് സ്നേഹം അവിടുന്ന് നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുക. ഈ സൂര്യനിൽ നിന്നും ചൂടും പ്രകാശവും ഒക്കെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വഴിയെ കറങ്ങി നമ്മുടെ വഴിയെ പോകുമ്പോൾ നമുക്കത് പലപ്പോഴും അനുഭവപ്പെടില്ല. രാത്രിയായും തണുപ്പായുമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ദൈവത്തിൻ്റെ ഈ സ്നേഹം നാം ഓരോരുത്തരും അനുഭവിച്ചറിയണമെന്നും അത് പങ്കുവെച്ച് ഒരു ദൈവ കുടുംബമായി ജീവിക്കണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവിടുത്തെ മനസ്സിലൊരു പദ്ധതി ഉണ്ടായിരുന്നു. മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായതെല്ലാം അടങ്ങുന്ന ഒരു പ്രപഞ്ചം സജ്ജമാക്കിയതിനു ശേഷം സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് തൻ്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിലും അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി ഇണയും തുണയുമായി സൃഷ്ടിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ പെരുകി പ്രപഞ്ചത്തെ കീഴടക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. സർവ്വ നന്മകളും അനുഭവിക്കുകയും ദൈവം തൻ്റേതെല്ലാം പങ്കുവെച്ചതുപോലെ ദൈവം നമുക്ക് തരുന്നതെല്ലാം പങ്കുവെച്ചുകൊണ്ട് ദൈവരാജ്യത്ത് വളരെ ശാന്തവും വിശുദ്ധിയോടും സമാധാനത്തിലുമുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു ദൈവരാജ്യം ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിന് ഈ ഭൂമിയിൽ തുടക്കം കുറിക്കുക, അതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. ജെറമ്യ 29:11 അവിടുന്ന് പറയുന്നു, നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നമ്മൾ പലപ്പോഴും നമ്മുടേതായ പദ്ധതികൾ മെനഞ്ഞ് അതിന് രൂപം കൊടുത്ത് അത് പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. എന്നാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് നമുക്കറിയാം. ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി, സഫലമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണം. സങ്കീർത്തനം 139:13 ഇപ്രകാരം പറയുന്നു, അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. പ്രിയമുള്ളവരെ, എന്നെ ഏറെ സ്പർശിച്ചിട്ടുള്ള ഒരു വചനമാണിത്. നിന്നെ സൃഷ്ടിച്ചത് ദൈവമാണെന്ന് ഞാൻ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ സ്വർഗസ്നായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലാറുണ്ട്. പക്ഷെ ഈ വചനം വായിച്ച് ധ്യാനിക്കുന്നത് വരെ ദൈവത്തെ ഹൃദയപൂർവ്വം പിതാവേ എന്നൊന്ന് വിളിക്കുകയേ ചെയ്തിട്ടില്ല. എന്നാൽ ഈ വചനം ധ്യാനിച്ചപ്പോഴാണ് എനിക്ക് ദൈവത്തെ കൊതി തീരെ അപ്പ എന്ന് വിളിക്കാൻ സാധിച്ചത്. ഇപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ആ വിളി നിർത്തിയിട്ടേയില്ല. ഏശയ്യ 60:15 ഇങ്ങനെ വചനം പറയുന്നു, ആരും കടന്നു പോകാത്ത വിധം പരിത്യക്തയും വെറുക്കപ്പെട്ടവളുമായിരുന്നു നീ. ഞാൻ നിന്നെ എന്നേക്കും പ്രൗഢിയുറ്റവളും തലമുറകൾക്ക് ആനന്ദവുമാക്കും. എപ്പോഴും നിരാശയിലും ദുഃഖത്തിലും ആർക്കും വേണ്ടാത്തവളെ പോലെ കഴിഞ്ഞിരുന്നവളായിരുന്നു ഞാൻ. അപ്പ എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എത്ര വലിയ ആനന്ദമാണ് ഞാൻ അനുഭവിക്കുന്നത്. ജെറമിയ 3:19
അവിടുന്ന് വിലപിക്കുകയാണ്. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഈ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ട് എത്ര കാലം ഞാൻ അവിടുത്തെ വേദനിപ്പിച്ചു. എൻ്റെ മോനും കുടുംബവും ജോലി ചെയ്യുന്നത് നോർത്തിലാണ്. അവരവിടെ താമസിക്കുന്നു കുടുംബമായിട്ട്. തിരക്കിൽപ്പെട്ട് പലപ്പോഴും എന്നെ വിളിക്കാറില്ല. ഞങ്ങളെ വിളിക്കാതിരിക്കുന്ന ദിവസം എൻ്റെ വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എനിക്ക് ജന്മം നൽകിയ എൻ്റെ ദൈവത്തെ പിതാവേ എന്നൊന്ന് വിളിക്കാതെ, അവിടുത്തെ ഒന്ന് നോക്കാതെ, അവിടുത്തെക്കുറിച്ച് ഓർക്കാതെ പോലും ജീവിച്ച കാലഘട്ടം എത്ര നീണ്ടതായിരുന്നു. ഇപ്പോഴാണ് അപ്പോൾ ദൈവത്തിന് എത്രമാത്രം വേദന ഉണ്ടായിരുന്നിരിക്കും ഞാൻ അവിടുത്തെ വിളിക്കാതിരുന്നപ്പോൾ എന്ന് ഞാനിപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ഇപ്പോൾ എൻ്റെ മക്കൾ വിളിക്കാതിരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ദുഃഖം അന്ന് ദൈവം അനുഭവിച്ച ദുഃഖത്തിന് പരിഹാരമായിട്ട് ഞാനിപ്പം അവിടുത്തേക്ക് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ ദൈവത്തെ മറന്നുകൊണ്ട് എൻ്റേതായ ഞാൻ എൻ്റെ കഴിവുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നതെന്നുള്ള ഒരു ബോധത്തോടു കൂടി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു. ദൈവത്തിന് ഒന്ന് ഓർക്കുക പോലും ചെയ്തിട്ടില്ല, മറന്ന് എന്ന് തന്നെ പറയാം. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യവും സ്നേഹവും അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലായിരുന്ന എനിക്ക് ഇപ്പോൾ ദൈവസ്നേഹം നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നത്. നാം ഓരോരുത്തരും ഈ ദൈവസ്നേഹം പങ്കുവയ്ക്കുമ്പോൾ, അത് തലമുറകൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും നാം ഓരോരുത്തരും തലമുറകൾക്ക് ആനന്ദമായി തീരും. അതാണ് വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞത്, ഞാൻ നിന്നെ എന്നേക്കും പ്രൗഢി ഉറ്റവളും തലമുറകൾക്ക് ആനന്ദവുമാക്കി തീർക്കുമെന്ന്. നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി നാം ആയിരിക്കുന്ന അവസ്ഥയിൽ അവിടുന്ന് സ്നേഹിക്കുന്നു. സങ്കീർത്തനം 139:14 അവിടുന്ന് പറയുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അവിടുന്ന് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് തന്നെ അപ്പനും അമ്മ പോലും അറിയുന്നത് മാസങ്ങൾക്ക് ശേഷമാണ്. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മുടെ ദൈവം നമ്മുടെ രൂപം കണ്ടു. അപ്പം എത്രമാത്രം വ്യക്തിപരമായി നമ്മൾ അറിയുന്നതാണ് നമ്മുടെ ദൈവം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ ഹൃദയ വികാരങ്ങളും അവിടുന്ന് മനസ്സിലാക്കുന്നു. ദൈവ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ധാരാളം വ്യക്തികളെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പൂർവ്വപിതാവായ ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്നും പൊക്കിയെടുത്ത് പോത്തിഫറിൻ്റെ കാര്യസ്ഥനും കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ച് രാജ്യത്തിൻ്റെ ഭരണാധികാരിയും, അതുപോലെ സ്വന്തം തൻ്റെ ജീവൻ തന്നെ എടുക്കാൻ ശ്രമിച്ച അടിമയായി വിറ്റ സഹോദരങ്ങൾക്ക് കാണപ്പെട്ട ദൈവവുമായി മാറ്റിയ ദൈവസ്നേഹം, അത് ജോസഫിനെ ദൈവം വ്യക്തിപരമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. സഹോദരനെ കൊന്ന കായേനെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ അവൻ്റെ നെറ്റിയിൽ സംരക്ഷണ മുദ്ര പതിപ്പിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം. അതുപോലെ ഹാഗാർ സാറായുടെ പീഡനം സഹിക്കവയ്യാതെ മരുഭൂമിയിലൂടെ അലയുമ്പോൾ സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, നീ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് നിരാശയിലും ദുഃഖത്തിലുമായിരുന്ന അവളെ ആശ്വസിപ്പിക്കുകയും നീ ജനതയുടെ മാതാവാകുമെന്ന് അനുഗ്രഹിച്ചുകൊണ്ട് സാറായുടെ ഭവനത്തിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് നമുക്ക് കാണാം. വിക്കനും കൊലപാതകയുമായ മോശയെ നന്ദികേട് കാണിച്ചതുകൊണ്ട് ഫറവോയുടെ ഭവനത്തിൽ നിന്നും നന്ദികേട് കാണിച്ചുകൊണ്ട് നമുക്ക് കാണാം ഫറവോയുടെ ഭവനത്തിൽ നിന്നും ഒളിച്ചോടി. ഈ ഒളിച്ചോടിയ മോശയെ പിടിച്ച് താൻ തിരഞ്ഞെടുത്ത ജനതയെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനും കാനാൻ ദേശത്തേക്ക് നയിക്കുന്നതിനുമുള്ള ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് അവനെ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തത് നമുക്ക് കാണാം. അതുപോലെ വിഗ്രഹാരാധകനായ അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവാക്കുന്ന ദൈവം, അതാണ് ദൈവത്തിന് മുഖനോട്ടമില്ല, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ വ്യവസ്ഥകളൊന്നും കൂടാതെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്. ഹെസക്കിയ രാജാവിനോട് നിന്റെ ആയുസ് തീർന്നെന്നും നീ മരിക്കാൻ പോകുകയാണെന്നും അതുകൊണ്ട്
ഭവനം ക്രമീകരിക്കാനും ഒക്കെ പറഞ്ഞ് യെശയ്യാ പ്രവാചകനിലൂടെ അറിയിച്ചപ്പോൾ ഹൃദയം നൊന്ത് രാജാവ് കരഞ്ഞു. കരുണാർദ്ര സ്നേഹത്തിൻ്റെ ഉടമയായ ദൈവം തീരുമാനം മാറ്റി 15 വർഷത്തേക്കും കൂടി രാജാവിന് ആയുസ് നീട്ടിക്കൊടുത്തു. വ്യഭിചാരിയും ആസൂത്രണം ചെയ്ത് കൊലപാതകം ചെയ്യുകയും ചെയ്ത ദാവീദ് തൻ്റെ അവസ്ഥയൊന്ന് ദൈവത്തോട് വിവരിച്ചപ്പോൾ ഈ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്നും തൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു ദാസനായി അവിടുന്ന് ദാവീദിനെ ഉയർത്തി. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച ആദത്തെയും ഹവ്വായെയും പർദീസായിൽ നിന്ന് പുറത്താക്കി. അത് ദൈവത്തിൻ്റെ അചഞ്ചലവും അനന്തവുമായ സ്നേഹം മൂലമാണ്. നിത്യമരണത്തിന് വിധിക്കപ്പെട്ട് നിത്യമരണത്തിന് അർഹരായിരിക്കുന്ന അവസ്ഥയിൽ, ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന അവസ്ഥയിൽ, തൊട്ടടുത്തുള്ള ജീവന്റെ വൃക്ഷത്തിലെ പഴം കൂടെ പറിച്ചു നിന്ന് ഈ മരണത്തിന് അർഹമായ അവസ്ഥയിൽ തന്നെ അമർത്യത പ്രാപിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരെ പർദീസായിൽ നിന്ന് പുറത്താക്കിയത്. ഇത് കർത്താവിൻ്റെ അനന്തമായ സ്നേഹമാണ് കാണിക്കുന്നത്. അതുപോലെ നാം ഓരോരുത്തരും പാപിയെന്നോ, നമ്മളെല്ലാവരെയും ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. പാപിയെന്നോ, നീതിമാനെന്നോ, ദരിദ്രനെന്നോ, ധനികനെന്നോ, കറുത്തവനെന്നോ, വെളുത്തവനോ എന്നോ എന്നും നോക്കാതെ, മുഖനോട്ടമില്ലാതെ അവിടുന്ന് സ്നേഹിക്കുന്നു. നീ ഇപ്പോൾ തകർന്നിരിക്കുകയാണോ? നിന്റെ കുടുംബം തകർന്ന അവസ്ഥയിലാണോ? സമൂഹം നശിച്ചു പോയോ? ഭയപ്പെടേണ്ട, വിഷമിക്കുകയും വേണ്ട. അപ്പനെ കൂടെ വിളിച്ചാൽ മതി. പടുത്തുയർത്താം, പുതുക്കി പണിയാം. സന്തോഷത്തോടെ, ആനന്ദത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യാം. നമ്മെയും അതുപോലെ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും ദൈവം സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും തകർന്നു കഴിഞ്ഞിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ഇസ്രായേൽ മക്കളെ മോചിപ്പിച്ച് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നയിക്കുന്ന ദൈവം അവരുടെ കൂടെ നടന്ന് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ അവരുടെ യാത്രയിൽ വിശന്നപ്പോൾ മതിയാവോളം മന്നയും കാടയിറച്ചിയും നൽകി. അവർക്ക് ദാഹിച്ചപ്പോൾ പാറയിൽ നിന്ന് ജലം നൽകി. അവരുടെ വസ്ത്രം കീറിപ്പോവുകയോ ചെരുപ്പ് തേഞ്ഞു പോവുകയോ ചെയ്യാതെ സംരക്ഷിച്ചു. അതുപോലെ തന്നെ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ അവർക്ക് കൂടാരം അടിക്കേണ്ട സ്ഥലം അന്വേഷിച്ച് അവരുടെ മുൻപേ നടന്നു. പകൽ ചൂടറിയാതിരിക്കാനായിട്ട് അവരുടെ കൂടെ മേഘസ്തംഭമായും അതുപോലെ രാത്രിയിൽ വഴി തെറ്റിപ്പോകാതെ വഴിയിൽ പതിയിരിക്കുന്ന അപകടങ്ങളിൽ പെടാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വെളിച്ചമായി അഗ്നിസ്തംഭമായി അവരുടെ കൂടെ പോകുന്ന ദൈവത്തെ നമുക്ക് കാണാം. ഇന്ന് നമ്മുടെ കൂടെ ഈ ദൈവം നടക്കുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് അറിയുന്നു. നമുക്ക് അവിടുത്തെ കരങ്ങൾ പിടിക്കുകയും അതുപോലെ ഒപ്പം നടക്കുകയും ചെയ്യണം. നമുക്ക് ആവശ്യമായതെല്ലാം അവിടുന്ന് നൽകും. രാജകൊട്ടാരത്തിൽ തന്നെ രാജാവിനെ കാണാനെത്തിയ കുട്ടികളെ ഏറെ സ്നേഹിച്ചതുകൊണ്ട് രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ളതിൽ ഏതിലെങ്കിലും തൊടാം, അത് നിങ്ങളുടെ സ്വന്തമാകുമെന്ന്. കുട്ടികൾ ഓരോരുത്തരും പോയി ഓരോ ഇഷ്ടമുള്ള ഓരോ സാധനങ്ങളെ തൊട്ടു, ഓരോ വസ്തുക്കളെ തൊട്ടു. എന്നാൽ ഒരു കുട്ടി മാത്രം മെല്ലെ ചെന്ന് രാജാവിനെ തൊട്ടു. ബുദ്ധിമതി. രാജാവിനെ തൊട്ടാൽ എല്ലാം സ്വന്തമാകുമല്ലോ, എല്ലാം രാജാവിൻ്റെതാണല്ലോ. നമുക്കും അതുപോലെ ദൈവത്തെ തൊട്ട് നിൽക്കാം. എങ്കിൽ ദൈവം നമ്മുടെ സ്വന്തമാകും, നാം ദൈവത്തിൻ്റെയും സ്വന്തമാകും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ നിന്ന് നമുക്ക് തരികയും ചെയ്യും. ദൈവത്തെ കിട്ടിയാൽ പിന്നെ നമുക്ക് മറ്റെന്തെങ്കിലും വേണോ? സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ വത്സല മക്കളായ ഞങ്ങൾ ഇപ്പോൾ അവിടുത്തെ സ്നേഹം അല്പമെങ്കിലും അനുഭവിക്കാനും മനസ്സിലാക്കാനും അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു.
ഞങ്ങൾ അങ്ങയുടെ സ്നേഹം അനുഭവിക്കുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ അനുഭവിക്കുകയും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ഒരു ദൈവകുടുംബം പോലെ ജീവിക്കാൻ ഞങ്ങൾക്ക് വേണ്ട കൃപ നൽകണമേ. ഈ സ്നേഹം അനുഭവിക്കാനും അത് പങ്കുവയ്ക്കാനും തടസ്സമായി നിൽക്കുന്നതെല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അത് ഞങ്ങളിൽ നിന്നും നിർമാർജനം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. താങ്ക് യു ആൻറ്റി. ടെസ്റ്റിമണി ചെയ്യുന്നതിനായി മിസ്സിസ് റോസ്മേരി ആൻറ്റിയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആൻറ്റി അൺമ്യൂട്ട് ആക്കാവോ? സങ്കീർത്തനം 94:17-18. കർത്താവ് എന്നെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മുഗതയുടെ ദേശത്ത് എത്തുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവ് എന്നെ താങ്ങി നിർത്തി. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം തന്റെ അനന്തമായ സ്നേഹം കൊണ്ട് എന്നെ നിറച്ച ഒരു കൊച്ചു സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. എൻ്റെ പേര് റോസ്മേരി. ഞാൻ പുനലൂർ രൂപത അംഗമാണ്. പത്തനാപുരം സെന്റ് ആൻസ് ചർച്ച് ഇടവകയിലെ അംഗം കൂടിയാണ്. ജീവിത പങ്കാളി 2 ആൺമക്കൾ. മൂത്ത മകൻ വിവാഹിതനാണ്, ഇളയ മകൻ അവിവാഹിതനാണ്. കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം പുനലൂർ സോണിന്റെ മുൻ കോർഡിനേറ്റർ ആയിരുന്നു. 25 വർഷം ഞാൻ മതാധ്യാപികയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകും. അത്രമാത്രമാണ് എൻ്റെ ആത്മീയ ജീവിതം. മിസ്സിയുടെ 15 മുതൽ 19 വരെയുള്ള ബാച്ചിലും ഇപ്പോൾ ഞാൻ 20ാമത്തെ ബാച്ചിലും പങ്കെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് 2 പ്രാവശ്യം ക്യാൻസർ വന്നു. 2022 ഏപ്രിലാണ് ആദ്യം ക്യാൻസർ വരുന്നത്. യൂട്രസ് ആയിരുന്നു. അത് റിമൂവ് ചെയ്ത് ബയോപ്സി ചെയ്തപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ക്യാൻസർ സ്ഥിരീകരിച്ചു. RCCയിലെ 8 കീമോയും 27 റേഡിയേഷനും എടുത്തു. അതിനുശേഷം 4 മാസം കൂടുമ്പോൾ എനിക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നു. 3ാമത്തെ ചെക്കപ്പിന് പോയിട്ട് വന്നപ്പോഴേക്കും എൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ 4th സ്റ്റേജ് ലങ്സ് ക്യാൻസറും ലിവർ ക്യാൻസറുമായി 2025 സെപ്റ്റംബർ മാസം മരിച്ചു. അതിനുശേഷം ഞാൻ RCCയില് ചെക്കപ്പിന് പോയി. അപ്പം ഡോക്ടർ പറഞ്ഞു വീണ്ടും സ്കാൻ ചെയ്യാൻ. സ്കാൻ ചെയ്തു. സ്കാനിങ്ങിന്റെ റിസൾട്ട് വാങ്ങാൻ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഇളയ മകനുമാണ് പോയത്. RCCയില് രോഗിയുടെ കൂടെ ഒരാളെ കടത്തിവിടുകയുള്ളൂ. ഞാനും ജീവിത പങ്കാളിയുമാണ് റിസൾട്ട് വാങ്ങാൻ പോയത്. റിസൾട്ട് വാങ്ങി മകന് വാട്സപ്പ് ചെയ്തു. പെട്ടെന്ന് അവൻ വിളിച്ചു പറഞ്ഞു, അമ്മേ പപ്പയെ താഴേക്ക് വിടുക കാർഡുമായി. ഞാൻ കയറി വരികയാണ്. അപ്പൊ അവൻ കയറി വന്നിട്ട് പറഞ്ഞു, വീണ്ടും പ്രശ്നമാണല്ലോ. അപ്പോഴാണ് ഞാൻ റിസൾട്ട് വായിച്ചു നോക്കുന്നത്. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, അമ്മ ഇവിടെ ഇരുന്ന് കരഞ്ഞോ, ഡോക്ടറിന്റെ അടുത്ത് പോയി കരയരുത് എന്ന്. അങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു ക്രിട്ടിക്കലാണ്, ലങ്സിലും ലിവറിലുമാണ്, സ്റ്റേജ് പറയുന്നില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് കീമോ എടുക്കണം, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാവൂന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ഒരുങ്ങിയല്ല വന്നെന്ന് പറഞ്ഞതുകൊണ്ട് തിങ്കളാഴ്ച തുടങ്ങാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ 17ാമത്തെ മിസ്സിയുടെ ബാച്ചിൽ പങ്കെടുക്കുകയായിരുന്നു. അവരോടൊക്കെ പ്രാർത്ഥന ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. എൻ്റെ മെൻറ്റർ ഡെയ്സി മാഡം ആയിരുന്നു. എന്നോട് പറഞ്ഞ ആ റിസൾട്ട് ഒന്ന് എനിക്ക് വാട്സപ്പ് ചെയ്യാമോ, എൻ്റെ ഒരു മകൻ റേഡിയേഷൻ ഡോക്ടറുണ്ട്, ഞാൻ അങ്ങനെ റിസൾട്ട് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ സ്റ്റേജ് പറഞ്ഞിട്ടില്ല, എനിക്കൊന്ന് സ്റ്റേജ് പറയണേന്ന്. പിന്നീട് വിളിച്ചപ്പോൾ സ്റ്റേജ് പറയുന്നില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്തായാലും ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോഴേ ഡോക്ടറിന്റെ വോയിസ് മെസ്സേജാണ് എനിക്ക് ഇട്ട് തന്നത്. 4th സ്റ്റേജ് ലങ്സ് ആൻഡ് ലിവർ ക്യാൻസർ, എത്രയും പെട്ടെന്ന് RCCയിൽ എന്താണോ ചികിത്സ പറയുന്നത് അത് ചെയ്യുക, അത് മാത്രമേ ഇനി ഉള്ളൂ. ഞാൻ ഉടനെ തന്നെ എൻ്റെ വികാരിയച്ഛനെ വിളിച്ചു. അച്ഛൻ പിറ്റേ ദിവസം വന്ന് എനിക്ക് വിശുദ്ധ കുർബാനയും രോഗീലേപനവും നൽകി. ഞായറാഴ്ച പള്ളിയിൽ അനൗൺസ് ചെയ്തു, ആ ചേച്ചിയുടെ നില വളരെ ഗുരുതരമാണ്, നിങ്ങളെല്ലാവരും ചേച്ചിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അങ്ങനെ RCCയില് 18 കീമോ എടുക്കണം. ആ കീമോ രാവിലെ 7:30 മുതൽ വൈകിട്ട് 5:30 വരെയും, വീണ്ടും അതിനുശേഷം ഒരു ഇഞ്ചക്ഷനും ഉണ്ടായിരിക്കും. ആ ഇഞ്ചക്ഷന്റെ കാര്യം ഓർക്കുമ്പോഴേ ഇപ്പോഴേ എനിക്ക് പേടിയാണ്. അത്രമാത്രം ഞാൻ സഹിച്ചിട്ടുണ്ട്. അങ്ങനെ തിങ്കൾ മുതൽ വെള്ളി വരെ കീമോ എടുത്തു. എൻ്റെ നില ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരുന്നു.
കീമോ എടുത്ത് വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും തിങ്കളാഴ്ച കീമോ എടുക്കുന്നതിന് മുമ്പേ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടാകും. ആ ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കീമോ എടുക്കാൻ പറ്റത്തില്ല, ക്രിട്ടിക്കലാണ്, നിങ്ങൾ തിരിച്ചു പോയി ഗ്യാസ്ട്രോയെ കാണണം. ഞങ്ങൾ തിരിച്ച് പരിമല സെന്റ് ഗ്രിഗോറിയസ് ഹോസ്പിറ്റലിലെ ഓങ്കോളജി ഡോക്ടറെ കണ്ടു. ഡോക്ടറും ഇത് തന്നെ പറഞ്ഞു, കീമോ എടുക്കരുത്, ക്രിട്ടിക്കലാണ്, വഷളാകും, നിങ്ങൾ പോയി ഗ്യാസ്ട്രോയെ കാണാം. ഞങ്ങൾ അങ്ങനെ കൊല്ലം മെഡിസിറ്റിയിൽ പോയി ഗ്യാസ്ട്രോ ഡോക്ടറെ കണ്ടു. ഡോക്ടർ വീണ്ടും സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ചെയ്തു. ഡോക്ടറും ഇത് തന്നെ പറഞ്ഞു. പക്ഷെ ഡോക്ടർ പറഞ്ഞു കീമോ എടുക്കാതിരുന്നാൽ അത് കുഴപ്പം തന്നെയാണ്, ഞാൻ നിങ്ങൾക്ക് ലെറ്റർ തരാം, എന്തും തന്നെ വരട്ടെ. അങ്ങനെ ഡോക്ടർ എനിക്ക് ലെറ്റർ തന്നു. ആ ലെറ്റർ കൊണ്ടുപോയി RCCയിൽ എനിക്ക് വീണ്ടും കീമോ തുടങ്ങി. അപ്പോഴേ 15%, 20%, 50% ഇങ്ങനെയായിരുന്നു എനിക്ക് കീമോ തന്നുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓരോ കീമോയ്ക്കും ബെഡിൽ കിടക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഈശോയെ നിന്റെ തിരുരക്തം ഈ കീമോയായി എൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് എനിക്ക് സൗഖ്യം നൽകണമേ എന്ന്. അങ്ങനെ 18 കീമോയും കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ വരാൻ സാധിച്ചു. ആ 18ാമത്തെ ബാച്ചായിരുന്നു അപ്പൊ മിസ്യോയുടേത്. അപ്പോൾ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി, പത്തനാപുരം സെന്റ് സേവിയേഴ്സ് ആനിമേഷൻ സെന്ററിൽ വെച്ച് മിസ്യോയുടെ ഫിസിക്കൽ കോഴ്സ് നടത്തപ്പെടുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു പോയാൽ മതി, എൻ്റെ ഇടവക പള്ളിയും അതിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ രജിസ്റ്റർ ചെയ്തു, അതിൽ പങ്കെടുത്തു. ഇനാഗുറേഷൻ ദിവസം വികാരീശൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ചേച്ചി ഈ കീമോ കഴിഞ്ഞ് വന്നേയല്ലേ ഉള്ളൂ, ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റുമോ പൂർണ്ണമായും? ഞാൻ പറഞ്ഞു നോക്കട്ടെ ചേച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ എന്നെ ഓരോ നിമിഷം കൈപിടിച്ച് നടത്തുന്ന സ്നേഹമാണ് എനിക്ക് അനുഭവിക്കാൻ പറ്റിയത്. 6 ദിവസം പൂർണ്ണമായി ഒരു കുഴപ്പവുമില്ലാതെ എനിക്ക് ആ കോഴ്സിൽ പങ്കെടുക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, 6ാമത്തെ ദിവസം അവസാനത്തെ ദിവസം മിസ്യോ ടീമുമായി എനിക്ക് മിസ്യോ ഭവനിൽ പോകാനുള്ള ഭാഗ്യവും ലഭിച്ചു. പോകും വഴി ആനിമേറ്ററസിൻ്റെ അടുത്ത് കയറുകയും ആനിമേറ്ററസിന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതും അനുഗ്രഹിച്ചതും ഒക്കെ അതൊക്കെ ദൈവത്തിന്റെ സ്നേഹവും കരുതലുമാണ്. പിന്നീട് പിറ്റേ ദിവസം എമ്മൗസില് മുൻ കോർഡിനേറ്റേഴ്സിന്റെയും മുൻ KCC മെമ്പേഴ്സിന്റെയും സംഗമത്തില് ഞാനും അലിസുഡി ആന്റിയും പോയതും ജോജി ഞങ്ങളെ അവിടെ കൊണ്ടുപോയതും ഒക്കെ ദൈവത്തിന്റെ കരുതലാണ്. എനിക്ക് അത്രയും യാത്ര ചെയ്യാനുള്ള ആരോഗ്യം ലഭിച്ചതും ദൈവത്തിന്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിനുശേഷം വീണ്ടും തിരിച്ചു വന്ന് 2025 നവംബർ 22-ാം തീയതി പരിമല തന്നെ ഞാൻ പെറ്റ് സ്കാൻ ചെയ്തു. സങ്കീർത്തനം 117:18 ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും. സ്കാനിങ്ങില് റിസൾട്ട് വന്നു, എനിക്ക് ക്യാൻസർ ഇല്ല എന്ന്. ദൈവത്തിന് നന്ദി. പ്രയർ പാർട്ട്നേഴ്സിലൂടെ ഞാൻ എല്ലാ ശനിയാഴ്ചയും മിസ്യോയുടെ ക്ലാസ്സിൽ കയറും. ഞായറാഴ്ച ദിവസം വീഡിയോ നോക്കി അതെല്ലാം എഴുതിയെടുക്കും. തിങ്കളാഴ്ചത്തെ ഗ്രൂപ്പ് മീറ്റിങ്ങിൽ ഞാൻ ചിലപ്പോൾ കിടന്നുകൊണ്ടാണെങ്കിലും ഞാൻ അതിനകത്ത് പങ്കെടുക്കും. സാറ്റർഡേ ക്ലാസ് റിഫ്ലക്ഷനും ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രയർ പാർട്ട്നേഴ്സിലൂടെയും ഗ്രൂപ്പ് മീറ്റിങ്ങിലൂടെയും വിവിധ പ്രദേശങ്ങളിലുള്ള സഹോദരങ്ങളുമായി പങ്കിടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കഴിഞ്ഞു. അവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിന്റെ സ്നേഹവും കരുതലും എനിക്ക് അവിടെയെല്ലാം അനുഭവിക്കാൻ കഴിഞ്ഞു. ദൈവം എന്നെ തൻ്റെ കയ്യിൽ താങ്ങി നിർത്തുന്നത് പോലെയുള്ള അനുഭവങ്ങളാണ് എനിക്കുണ്ടായത്. ആ 7 നിത്യസത്യങ്ങളിലൂടെ കടന്നു പോകാനും ആ സത്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ഇന്ന് എനിക്ക് കഴിയുന്നു. 20ാമത്തെ ബാച്ചിലും പുനലൂർ രൂപതയിലെ 3 അംഗങ്ങളെ ഞാൻ പങ്കെടുപ്പിക്കാൻ എനിക്ക് സാധിച്ചു. ആ ദൈവത്തിന്റെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ അനുഭവിച്ച ദൈവസ്നേഹം നിങ്ങളെല്ലാവരും അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. താങ്ക് യു ആൻഡി ഫോർ യുവർ ഹാർട്ട് ടച്ചിങ് ടെസ്റ്റിമണി. സ്ലൈഡ് പ്രസന്റേഷൻ ചെയ്യുന്നതിനായി മിസ്സിസ് സീന ക്ലിറ്റസിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൊക്ലമേഷൻ ചെയ്ത വത്സമ്മ ചേച്ചിയും ടെസ്റ്റിമണി വളരെ ഹൃദ്യമായി പങ്കുവെച്ച റോസ്മേരി ചേച്ചിയും ദൈവത്തിന്റെ അഭിമേയമായ ഈ സ്നേഹത്തെക്കുറിച്ച് നമ്മോട് പങ്കുവെക്കുകയായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ എല്ലാവരെയും ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന് നമ്മെ സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് വ്യക്തിപരമായിട്ടാണ്. ദൈവത്തിന് അങ്ങനെ സ്നേഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, കാരണം ദൈവം സ്നേഹം മാത്രമാണ്. ഈ സ്നേഹം നാം അനുഭവിച്ച് പങ്കുവെച്ച് ദൈവ കുടുംബമായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ഓരോരുത്തരിലേക്കും ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഈ സ്നേഹം നാം ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞ് അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച്
ഒരു ദൈവ കുടുംബമായി ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ദൈവം എന്നെ അറിയുന്നു, മനസ്സിലാക്കുന്നു. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ആഴത്തിലുള്ളതാണ്. ഒരുവന് മറ്റൊരുവന് മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തി കടന്നു പോകുന്ന ജീവിത സാഹചര്യം, അദ്ദേഹത്തിന്റെ ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം മനസ്സിലാക്കണം. ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ഓരോരുത്തരെയും മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദൈവപിതാവ് എന്റെ ഇന്നലകളെ അറിയുന്നു, ഇന്ന് ഞാനിപ്പോൾ ആയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നു, നാളെ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ എനിക്ക് സംഭവിക്കാം എന്നെല്ലാം അറിഞ്ഞുകൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. കുഞ്ഞു ക്ലാസ്സിൽ, കാറ്റിസം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ഈ ഒരു കഥയെല്ലാം, പറുദീസയിലെ കഥയെല്ലാം പറയുമായിരുന്നു. അത് ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഈ പിതാവായ ദൈവം ഈ ആദിമാതാപിതാക്കളെ പറുദീസയിൽ നിന്നും പുറത്താക്കിയത്? എന്നാൽ പിന്നീട് വളർന്നു വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മറ്റൊരു പ്രകടനമായിരുന്നു അതെന്ന്. വീഴ്ചകളിലും തള്ളിക്കളയാത്ത സ്നേഹം. നന്മതിന്മയുടെ ഫലം ഭക്ഷിച്ച് ആദിമാതാപിതാക്കൾ കൈനീട്ടി നിത്യജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടെ ഭക്ഷിച്ച് നിത്യനാശത്തിലാകാതിരിക്കാൻ ഏദനിൽ നിന്ന് അവരെ പുറത്താക്കി. അതെ, നമ്മൾ നിത്യനാശത്തിലാകാതിരിക്കാൻ വേണ്ടിയാണ് ആദിമാതാപിതാക്കളെ ഏദനിൽ നിന്ന് അവിടുന്ന് പുറത്താക്കിയത്. പൂർവ്വ ജോസഫിന്റെ കഥയെല്ലാം നമുക്ക് നന്നായി അറിയാവുന്നതാ. പൂർവ്വ ജോസഫ് സഹോദരന്മാർ വെറുക്കപ്പെട്ട്, പൊട്ടക്കിണറിൽ എറിയപ്പെട്ട്, അടിമയായി വിൽക്കപ്പെട്ട്, ഈജിപ്തിൽ ചെന്ന് തന്റെ യജമാനന്റെ ഭാര്യയുമായി തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെട്ട്, പിന്നീട് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട്, അവിടെ തടവുകാരുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു. പിന്നീട് ഈജിപ്തിനെ ദൈവം, ജോസഫിനെ ദൈവം ആ ഈജിപ്തിന്റെ അധിപനാക്കി മാറ്റി. ജോസഫിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു തന്നെ കുറിച്ച് ദൈവത്തിന് നല്ലൊരു പദ്ധതിയുണ്ടെന്ന്. അതുകൊണ്ടാണ് ക്ഷാമം വന്ന് ധാന്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഈജിപ്തിലേക്ക് കടന്നു വന്ന സഹോദരന്മാരെ കണ്ട് ജോസഫ് പറയുന്നതാണ്, നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചതാണ്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 7-ാം തിരുവചനം. മോശയെ നന്നായി അറിയുന്ന ദൈവം ഇസ്രായേൽ ജനതയെ നയിക്കുവാനായി മോശയെ തെരഞ്ഞെടുത്തപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് കൂട്ടായിട്ട് നീ ആരെങ്കിലും അയക്കണം, നീ എന്റെ കൂടെ വരണം. കാരണം നീ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ നയിക്കുന്ന ഈ ജനത വളരെ ശ്രേഷ്ഠതയുള്ള ജനതയാണെന്ന് എല്ലാവരും അറിയുകയുള്ളൂ. മോശ ആവശ്യപ്പെട്ട ഈ കാര്യം കൂടി ദൈവം നടത്തി കൊടുക്കുകയാണ്. നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. മോശയെ നന്നായി അറിഞ്ഞ് സ്നേഹിക്കുന്ന ദൈവം, ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നടന്ന് പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് 16-ാം അധ്യായം 35-ാം തിരുവചനം. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി, ദാഹിച്ചപ്പോൾ പാറയിൽ നിന്ന് ജലം കൊടുത്ത്, വിശന്നപ്പോൾ കാടപക്ഷിയും മന്നയും കൊടുത്തുകൊണ്ട് ഇസ്രായേൽ ജനതയുടെ കൂടെ നടന്ന് പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്ത് എത്തുന്നത് വരെ 40 വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു. ചുരുങ്ങിയ കാലത്തേക്കല്ല, 40 വർഷത്തേക്ക് മന്ന കൊടുത്തുകൊണ്ട് പരിപാലിച്ച ദൈവത്തിന്റെ സ്നേഹം. കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ എത്തുന്നത് വരെ മന്നായാണ് അവർ ഭക്ഷിച്ചത്. പിന്നീട് ആ ഒരു യാത്രയിൽ പല സമയങ്ങളിലും ആ ഇസ്രായേൽ ജനത ദൈവത്തോട് പിറുപുറത്തിട്ടുണ്ട്, മറുതലിച്ചിട്ടുണ്ട്. എന്നാലും പിന്നാലെ നടന്ന്, കൂടെ നടന്ന് സ്നേഹിക്കുന്ന ദൈവം, ജോഷയുടെ കൂടെ സഞ്ചരിച്ച ഒരു ദൈവം. മോശയുടെ കാലഘട്ടത്തില് ഇസ്രായേൽ ജനതയ്ക്ക് കാനാൻ ദേശത്തേക്ക് എത്താൻ സാധിച്ചില്ല. പിന്നീട് ജോഷയുടെ കാലത്തിലാണ് ഇസ്രായേൽ ജനത കാനാൻ ദേശത്ത് എത്തുന്നത്. വലിയ ശ്രമകരമായ ഒരു ജോലിയാണ് ജോഷയെ അവിടെ ഏൽപ്പിക്കുന്നത്, കാനാൻ ദേശത്തെ 12 ഗോത്രങ്ങളായി തിരിക്കുക എന്നുള്ളത്. ജോഷയുടെ കൂടെ നടന്ന് പരിപാലിച്ച ഒരു ദൈവത്തിന്റെ സ്നേഹം അവിടെ കാണുവാനായിട്ട് സാധിക്കും. ജോഷ 1:5 നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷയെ ധൈര്യപ്പെടുത്തി സ്നേഹിക്കുന്ന ഒരു ദൈവം, എല്ലാ മനുഷ്യരെയും വ്യക്തിപരമായി അറിയുന്ന, കാണുന്ന ദൈവം. സങ്കീർത്തനം 139:16 വചനം ഇങ്ങനെ പറയുന്നു,
എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. നമ്മെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവം, തന്റെ ഉള്ളങ്കയിൽ രേഖപ്പെടുത്താൻ തക്കവിധം നമ്മെ സ്നേഹിക്കുന്ന ദൈവം. യെശയ്യാ 49:16 പറയുന്നു, ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളങ്കയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉള്ളങ്കയിൽ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തുനിന്ന് നോക്കുവാനും കാണുവാനും സാധിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ്. നമ്മളെ കുറിച്ച് ദൈവപിതാവിന് നല്ലൊരു പദ്ധതിയുണ്ട്. നല്ലൊരു പദ്ധതി ഒരുക്കി ആ പദ്ധതിയിലേക്ക് നമ്മൾ വരുന്നത് നോക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ഒരു സ്നേഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജെറമ്യ 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഒരു പദ്ധതി എന്നെ കുറിച്ചുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുൻപിൽ ഈ ഒരു സുവിശേഷ പ്രഘോഷണത്തിനായിട്ടായിരിക്കുന്നത്. ഞാൻ എൻ്റെ അമ്മച്ചിയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ എൻ്റെ മാതാപിതാക്കൾ എന്നെ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചു. അവർക്ക് അന്ന് അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്. എന്നാൽ ദൈവത്തിന് എന്നെ കുറിച്ച് വ്യക്തമായൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതെ, നമ്മളെ കുറിച്ച് നല്ലൊരു പദ്ധതി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം. ദൈവത്തിന്റെ സ്നേഹം അനന്തവും അചഞ്ചലവുമാണ്. ജെറമ്യ 31:3 പറയുന്നു, വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. നമ്മൾ ദൈവത്തോട് വിശ്വസ്തത കാണിച്ചില്ലെങ്കിലും കൂടി ദൈവം നമ്മളെ വിശ്വസ്തതയോടെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം. അമ്മയെ പോലെ നമ്മെ അറിയുന്ന, സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന ദൈവം. നമുക്കറിയാം, നൊന്ത് പ്രസവിച്ച ഒരു അമ്മ ഒരു കുഞ്ഞിനെ ഒരിക്കൽ പോലും മറക്കുകയില്ല. ഇവിടെ യെശയ്യാ 49:15 വചനം പറയുകയാണ്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? ഇനി അങ്ങനെ പെറ്റമ്മ മറന്നാലും നമ്മെ മറക്കാത്തൊരു ദൈവത്തിന്റെ സ്നേഹം. പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. സ്വന്തം അമ്മ നമ്മളെ മറന്നാലും നമ്മെ മറക്കാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹോസിയ 11:3, ഞാൻ അവരെ എൻ്റെ കരങ്ങളിൽ എടുത്തു. നമ്മെ കരങ്ങളിൽ എടുത്ത് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം. യെശയ്യാ 40:11 വീണ്ടും വചനം പറയുന്നു, അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഹോസിയ 11:3 വീണ്ടും പറയുന്നു, എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. നാം വീഴാതെ നമ്മളെ നടക്കാൻ പഠിപ്പിക്കുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന, അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവം. യെശയ്യാ 30:21, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. നമ്മൾ പലപ്പോഴും നമ്മുടേതായ വഴികൾ തിരഞ്ഞെടുക്കും, നമ്മുടേതായ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചേക്കാം. എന്നാലും നമ്മളെ ശരിയായ വഴിയിലൂടെ നമ്മളെ നടത്തിക്കൊണ്ട് ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ താല്പര്യമുള്ള ഒരു ദൈവത്തിന്റെ സ്നേഹം. ഇതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വന്നേക്കാം, ദൈവം ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? നന്മ ചെയ്യുന്നവരെയാണോ? പാപികളെയാണോ? പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവരെയാണോ? ഒരിക്കലും പാപം ചെയ്യാത്തവരെയാണോ? സ്നേഹമുള്ളവരെ, ദൈവം എല്ലാവരെയും ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. ദൈവത്തിന് അങ്ങനെ മുഖനോട്ടമില്ല. പാപം ചെയ്തവനാണോ, പാപം ചെയ്യാത്തവനാണോ എന്നൊന്നും ദൈവത്തിന് അത് സ്വീകാര്യമല്ല. ദൈവം എല്ലാവരെയും ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. ദൈവം എന്നെ വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ സർവശക്തിയോടും കൂടെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം ഞാൻ അനുഭവിച്ചറിയണമെന്നും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ നല്ലൊരു സെന്റൻസ് ഉണ്ട്, ഫ്രൊത്തേലി തൂത്തി, എല്ലാവരും സഹോദരർ, ഭൂമി പൊതുഭവനം. ഇങ്ങനെ നമ്മളായിരിക്കുന്ന ഈ ഭൂമിയിൽ നമ്മളെ എല്ലാവരെയും സ്വന്തം സഹോദരരെ പോലെ കാണുവാനും ഭൂമി പൊതുഭവനമാണെന്ന് ചിന്തിക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളിൽ ദൈവസ്നേഹം നിറയണം. ആ സ്നേഹം നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ എല്ലാവരും സഹോദരരും ഭൂമി പൊതുഭവനമായിട്ട് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടതെല്ലാം നൽകിയാണ് ദൈവപിതാവ് ഭൂമിയെ സൃഷ്ടിച്ചത്, ഭൂമിയിലുള്ള സകലതും സൃഷ്ടിച്ചത്. നമുക്കിത്
പങ്കുവെച്ച് ജീവിച്ച് ദൈവ കുടുംബമായി ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ പല സാഹചര്യങ്ങളിലും ഈ ദൈവപിതാവിന്റെ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുകപ്പെട്ട ഒത്തിരി സാഹചര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, എൻ്റെ ഭർത്താവ് ക്ലീറ്റസ് പോൾ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോ ബാക്ക് പെയിനും വയറുവേദനയുമായിട്ടാണ് വന്നത്. അസഹനീയമായ വേദനയായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി. ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു, കിഡ്നി സ്റ്റോൺ ആണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, കാരണം കിഡ്നി ഇരിക്കുന്നത് ഒരു കോർണറിലാണ് എന്ന്. എന്നാൽ കാർഡിയോളജി സംബന്ധമായ ചെക്കപ്പുകൾ നടത്തേണ്ടതുള്ളത് കൊണ്ട് 2 ദിവസത്തെ അവധി പറഞ്ഞ് വേദനയ്ക്കുള്ള മരുന്ന് മാത്രം നൽകിക്കൊണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഓപ്പറേഷന്റെ തലേദിവസം വന്ന് വീണ്ടും സ്കാൻ ചെയ്യണമെന്ന്. ഞങ്ങൾ ആ 2 ദിവസം സ്നേഹമുള്ളവരെ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ഒരു പ്രതിസന്ധി നിന്റെ സ്നേഹം അനുഭവിച്ചറിയാൻ ഉള്ള ഒരു അവസരമാക്കി ഇതിനെ മാറ്റണമേ എന്ന് 2 ദിവസം ഞങ്ങൾ പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങള് ഓപ്പറേഷൻ തലേദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ ചെല്ലുന്നു. ചെന്ന വഴിക്ക് തന്നെ സ്കാൻ എടുക്കുന്നു. സ്കാൻ സെന്ററിൽ നിന്ന് എന്നെ വിളിക്കുന്നു. എന്നോട് ചോദിക്കുകയാണ്, മോളെ എന്തായിട്ടാണ് ഹസ്ബൻഡിനെ കൊണ്ടുവന്നിട്ടുള്ളത്? ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിന് കിഡ്നി സ്റ്റോൺ ആണ്, ആദ്യത്തെ സ്കാൻ റിപ്പോർട്ട് ഒന്ന് നിങ്ങൾ നോക്കണേ എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, ഈ കിഡ്നിയിൽ ഒരു സ്റ്റോണും ഇല്ല, കിഡ്നി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ വീണ്ടും ഡോക്ടറിന്റെ ടേബിളിലേക്ക് ചെല്ലുകയാണ്. ഡോക്ടർ ഒരു ഹൈന്ദവ ഡോക്ടർ ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഇത് വളരെ വലിയൊരു മിറാക്കിൾ ആണല്ലോ, കാരണം ആ സ്റ്റോണിന് അത്യാവശ്യം വലിപ്പവുമുണ്ട്, അതിരുന്നത് കിഡ്നിയുടെ കോർണറിലാണ്, ഒരിക്കലും നമുക്കത് മാറ്റിവെക്കാവുന്ന ഒരു കാര്യമല്ലായിരുന്നു. ഇത് ദൈവത്തിന്റെ വലിയൊരു അത്ഭുതമാണല്ലോ. ഹൈന്ദവ ഡോക്ടർ ഞങ്ങളുടെ മുന്നിൽ കൈകൂപ്പി പറഞ്ഞു, നിങ്ങളുടെ ദൈവം വലിയവനാണെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം ഇങ്ങനെ ഓരോ സാഹചര്യങ്ങളിലൂടെ ആത്മീയ മേഖലയിലും ശാരീരിക മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഒത്തിരി ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നാം ഓരോരുത്തരിലേക്കും ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ഈ ഒരു ഒഴുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ മറ്റുള്ളവരോടുള്ള വെറുപ്പായിരിക്കാം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ആയിരിക്കാം. ഇതൊക്കെ നമുക്കൊന്ന് ധ്യാനിക്കാം. ദൈവത്തിന്റെ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിച്ചറിഞ്ഞ് അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ദൈവ കുടുംബമായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സോ മച്ച്. വൈൻഡ് അപ്പ് സെഷൻ ചെയ്യുന്നതിനായി പ്രൊഫസർ CC ആലിസുകുട്ടി ആലിസ് അമ്മച്ചിയെ ക്ഷണിക്കുന്നു. താങ്ക് യു ജിസ്മേ. ജിസ്മയുടെ മമ്മിയാകട്ടോ സീന. അവരങ്ങനെ കുടുംബം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ഇതൊക്കെ ഓരോ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിന് കർത്താവ് ഇപ്പോൾ അവരെ ഉപയോഗിക്കുന്നു. ഇവരൊക്കെ തമ്പുരാന്റെ പ്രത്യേക കൃപയിൽ അങ്ങനെ അനുഗ്രഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ പ്രൊക്ലമേഷനും ടെസ്റ്റിമണിയും ഇതിന്റെ പ്രസന്റേഷൻ ഇതെല്ലാം ഒക്കെ നമ്മൾ കേട്ടപ്പം നമുക്ക് മനസ്സിലായി ദൈവം നമ്മളെ എല്ലാവരെയും ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന്. ബൈബിളിലെ വചനങ്ങളിൽ ധാരാളം നമ്മൾ കേട്ടു, ഇല്ലേ? ഇതെല്ലാം ആ ഒരു നമുക്ക് ഉറപ്പാണ്. ദൈവത്തിന്റെ വചനം അതിന് മാറ്റമില്ലാത്തതാണെന്ന് പറഞ്ഞില്ലേ? ആകാശവും ഭൂമിയും എല്ലാം മാറിപ്പോയാലും കർത്താവിന്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ലെന്നാണല്ലോ പറഞ്ഞത്. ദൈവം നമ്മളെ എല്ലാവരെയും, അവർ പറഞ്ഞ് 2 കൂട്ടരും 3 പേരും പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലായത് നമ്മളെ എല്ലാവരെയും നമ്മളിപ്പോൾ ആയിരിക്കുന്ന വിധം വ്യക്തിപരമായ വ്യവസ്ഥകളൊന്നും കൂടാതെ ദൈവത്തിന്റെ സർവ്വശക്തിയോടെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നെന്നാ പറഞ്ഞത്. എന്നാലും നമുക്കറിയാമല്ലോ ഇതൊന്നും നമ്മുടെ പക്കലേക്കൊന്നും അങ്ങോട്ട് എത്തുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം ഈ സ്നേഹം നമ്മളെല്ലാവരും അനുഭവിച്ച് പങ്കുവെച്ച്, ഇവിടെ ഫ്രാൻസിസ് പാപ്പ എഴുതിയ ചാക്രിക ലേഖനത്തിന്റെ കാര്യം സീന പറഞ്ഞു ഓർത്തല്ലോ, ഫ്രത്തേലി തൂത്തി, സകലരും സഹോദരർ, ആൻഡ് ദ എർത്ത് ഈസ് അവർ കോമൺ ഹോം എന്ന്. ഇതൊക്കെ പറയാൻ പറ്റില്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ര ഇല്ലല്ലോ. അതായത് നമ്മളെല്ലാവരും ഈ ദൈവത്തിന്റെ മക്കളാണ്, പരസ്പരം സഹോദരരാണ്. ഈ ഭൂലോകത്തിൽ ദൈവം വെച്ചിരിക്കുന്ന നന്മകളെല്ലാം എല്ലാവർക്കും വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നമ്മളെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നതൊക്കെ ഈ ലോകം മനുഷ്യന് മുഴുവനും ഇത് അനുഭവിച്ച് ആഘോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്.
എന്നാലും നമുക്ക് ഈ ഒരു ഇത് നമ്മള് സത്യങ്ങളാ ഈശോ പറഞ്ഞല്ലോ കണ്ടിരിക്കലെ, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദൈവവചനം മുഴുവനും സത്യമാണ്. ഈ സത്യമാണ് വചനങ്ങളിലൂടെ നമ്മൾ കേട്ടത്. പിന്നെ ഇതിലൊക്കെ ഒരു ഓട്ടോമാറ്റിക് സെറ്റിംഗ് ഉണ്ടെന്ന് അവർ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതായത് ദൈവത്തിന്റെ ആ സ്നേഹം നമ്മൾ അനുഭവിച്ച് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ഒഴുകാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ കറണ്ടൊക്കെ വെച്ചിരിക്കുന്നത്, കറണ്ടിന്റെ സെറ്റിങ്ങില് ഒരു ഫ്യൂസ് കത്തിപ്പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടായി, ഇല്ലേ, ഡാർക്കായി. അപ്പം ആ ഫ്യൂസ് കണ്ടുപിടിച്ച് അത് കെട്ടിക്കഴിയുമ്പോഴാണ്, ശരിയാക്കി കഴിയുമ്പോഴാണ് ശരിക്ക് നമുക്ക് ആ ഒരു പ്രകാശം വീണ്ടും തിരിച്ചു വരിക. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം വെച്ചിരിക്കുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ ഒഴുകുക. ദൈവ സ്നേഹമായതുകൊണ്ട്, സ്നേഹത്തിന്റെ പൂർണ്ണത ആയതുകൊണ്ട്, പൂർണ്ണതയ്ക്ക് കൂടാനും കുറയാനും പറ്റാത്തത് കൊണ്ട് ആ സ്നേഹം നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും നമ്മള് ഈ സ്നേഹം അങ്ങനെ നമ്മളിലൂടെ ഒഴുകാൻ നമ്മൾ അനുവദിക്കുന്നില്ലെങ്കിൽ ബ്ലോക്കായി പോകും. അപ്പൊ നമുക്ക് ഈ ആഴ്ചയില് ദൈവത്തിന്റെ ഈ ഒരു സ്നേഹം ആഴത്തില് അറിയുന്നതിനുള്ള ഒരു അവസരമാകാം. നമ്മുടെ പ്രത്യുത്തരം അനുസരിച്ചാണ് ഇതിന്റെയൊക്കെ അനുഭവം. ദൈവം നമ്മളെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സഹകരിച്ചാലേ ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. വലിയൊരു വിരുന്നൊരുക്കി വെച്ച് പണ്ട് നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, വിരുന്നൊരുക്കിയിട്ട് എല്ലാരെയും വിളിച്ചു. ആരെല്ലാം വന്നാലും അവനവൻ എടുത്തു കഴിച്ചാലല്ലാതെ അവർക്കതിന്റെ സംതൃപ്തി ഉണ്ടാവില്ലല്ലോ. ഇതുപോലെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനാകണമെങ്കിൽ നമ്മൾ അങ്ങനെ ദൈവമേ അവിടുത്തെ സ്നേഹം എന്നിലേക്ക് ഒഴുകട്ടെ, എന്നിലൂടെ മറ്റുള്ളവരിലേക്കും ഒഴുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കൊടുത്താൽ ഈ സ്നേഹം ഇങ്ങനെ ഒഴുകും. ഇന്ന് നമുക്ക് നാളെ അടുത്ത് ഇത് ഓരോ ദിവസം നമ്മൾ മറ്റേ ഓരോ ആഴ്ചയിലൊന്നാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണേ, ഞാൻ ദൈവത്തിന്റെ ഈ സ്നേഹം എന്നിലൂടെ ഒഴുകി വന്നിട്ട് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നതിന് ഞാൻ ബ്ലോക്ക് ആക്കുന്നുണ്ടോ, തടസ്സപ്പെടുത്തുന്നുണ്ടോ, ആരോടെങ്കിലും എനിക്ക് എന്തെങ്കിലും വിഷമോ വിരോധമോ സ്നേഹക്കുറവോ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട്, അപ്പം ഞാൻ സ്നേഹം ഒഴുകാൻ അനുവദിക്കാത്ത വ്യക്തികള്, അതായത് എനിക്ക് ക്ഷമിക്കാൻ ആരോടെങ്കിലും അവരുടെ പെരുമാറ്റം പലതായിരിക്കും കാരണം, അങ്ങനെ എനിക്ക് അകൽച്ചയുള്ള, ശത്രുതയുള്ള, ഒഴിഞ്ഞു മാറി നടക്കുന്ന അങ്ങനെയുള്ള ആരുടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒന്ന് പേരുകള് നിങ്ങളുടെ ഒരു നോട്ട്ബുക്കും പേനായും ഒക്കെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു, ഇല്ലേ? ഈ ദിവസങ്ങളിലൊരു ചെറിയ നോട്ട്ബുക്കും ഒരു പേനായും നിങ്ങളുടെ ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ സഹകരണം അനുസരിച്ച് അത്രയും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ കയ്യിലാ. അതായത് ഇതെല്ലാവർക്കും വേണ്ടി ഒഴുകിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതനുസരിച്ചിരിക്കും നമുക്കുള്ള അനുഭവം. അതുകൊണ്ട് ഒരു 3 പേര് മിനിമം, അതിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും പേര് എഴുതിക്കോ കേട്ടോ. എനിക്ക് വിഷമമുള്ള എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ഷമിക്കാനും എനിക്ക് ക്ഷമ ചോദിക്കാനും, 2 തരത്തില്, എന്നെ വിഷമിപ്പിച്ചവര്, ഞാൻ വിഷമിപ്പിച്ചവര്, അങ്ങനെയുള്ളവരുടെയൊക്കെ പേരുകള്, അതൊക്കെ ഒരു പ്രതിനിധികളാ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് ദൈവമേ അവിടുത്തെ സ്നേഹം എന്നിലൂടെ ഇവരിലേക്ക് ഇങ്ങനെ ഒഴുകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയൊന്ന് ഒരു ലിസ്റ്റ് ചെറുതായിട്ടുള്ള. പിന്നെ പിന്നെ ഒന്ന് ചെയ്യേണ്ടത് ദൈവത്തിന്റെ കുറേ വചനങ്ങൾ നമ്മൾ കേട്ടു എല്ലാവരും പറഞ്ഞതിലൂടെയൊക്കെ. അപ്പം ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിന് ബൈബിളിൽ നിന്ന്, പഴയ നിയമത്തിൽ നിന്നുള്ളതായി ഇപ്പൊ കേട്ടോ, പഴയ നിയമത്തിലുള്ള വചനങ്ങള് ഒന്ന് പറഞ്ഞില്ലേ, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, പെറ്റമ്മ കുഞ്ഞിനെ മറക്കും, അവള് മറന്നാലും ഞാൻ മറക്കുകയില്ല, എനിക്ക് നിന്നോടുള്ള സ്നേഹം ആനന്ദമാണ് എന്റെ പറഞ്ഞില്ലേ. എന്റെ ഓവനപുത്രൻ അവന് വിരോധമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എന്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു, മലകൾ മാറിയാലും കുന്നുകൾ എന്ന് പോയാലും എന്നോടുള്ള എന്റെ സ്നേഹത്തിൽ ഒരിക്കലും കുറവ് വരികയില്ല, നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാനം, അങ്ങനെ കുറെ വചനങ്ങളുണ്ട് ബൈബിളില്. ഈ ദൈവവചനം നമുക്ക് അറിയാത്തത് കൊണ്ടാ, വിശുദ്ധ ലിഖിതമോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ദൈവസ്നേഹത്തെ കുറിച്ച് ഉള്ള ഏതെങ്കിലുമൊക്കെ കുറച്ച് വചനങ്ങൾ നിങ്ങളൊന്ന് എഴുതി വെക്കുന്നതും നല്ലതാണ്. പിന്നെ 3ാമതൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഇവർ 2 പേര്, റോസ്മേരി പറഞ്ഞപ്പോഴും സീന പറഞ്ഞപ്പോഴും ദൈവം അവരുടെ ക്ലീറ്റസിന്റെ കാര്യത്തിലും ഒക്കെ പറഞ്ഞത് വലിയ ആഘോഷം ഒന്നും, ഡ്രമാറ്റിക് ആയിട്ടുള്ള ഹീലിംഗ് ഒന്നും അല്ല, പക്ഷേ ഭയങ്കര ഹീലിംഗ് ആയിരുന്നില്ലേ. എന്ന് പറഞ്ഞാൽ അവര് പോലും അറിയാതെ ദൈവം പ്രവർത്തിച്ചു.
അപ്പൊ ദൈവത്തിനെ അങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ട്. അപ്പം നമ്മുടെയൊക്കെ ജീവിതങ്ങളില് ഇതുപോലുള്ള അനുഭവങ്ങള് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ആവോ? ഈ സൗഖ്യം കിട്ടുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിശയകരമായിട്ട് വരുമ്പോൾ നമുക്കറിയാം ദൈവസ്നേഹമാണെന്ന്. പക്ഷെ ഒരിക്കലും രോഗം വരാതിരുന്നിക്കുക എന്ന് പറയുന്നതൊക്കെ എന്തൊരു വലിയ അത്ഭുതമല്ലേ. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തപ്പം ഒരു ഫാദർ റൂഫസ് പെരേര അച്ഛൻ ക്ലാസ് എടുത്ത് പറയായിരുന്നു, അച്ഛൻ എൻ്റെ സെഷൻസിലൂടെ ധാരാളം പേർക്ക് സൗഖ്യമൊക്കെ കിട്ടുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പറയുക, ഇത്രയും കാലവും ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള സൗഖ്യ അനുഗ്രഹമൊക്കെ കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ എനിക്ക് ഒരു സൗഖ്യവും അങ്ങനെയുള്ള ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുക. എന്നിട്ട് പറയുകയായിരുന്നേ, ഐ വാസ് നെവർ സിക്ക് എന്ന്. ഞാൻ ഒരിക്കലും രോഗിയായിട്ടില്ല. അപ്പോൾ രോഗം വന്നിട്ട് സൗഖ്യപ്പെടുന്നതാണോ ഒരിക്കലും രോഗം വരാതിരിക്കുന്നതാണോ വലിയ അത്ഭുതം? എല്ലാം അത്ഭുതമല്ലേ. അപ്പം നമ്മുടെയൊക്കെ ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും ദൈവം എനിക്ക് നൽകിയ കൃപകള്, അനുഗ്രഹങ്ങള്, നമ്മുടെ ജീവൻ തന്നെ ദൈവത്തിന്റെ സൗജന്യ ദാനമാണ്. ജീവന്റെ കൂടെയാണ് ജീവിതം. മാതാപിതാക്കള്, സഹോദരങ്ങള്, നമ്മുടെ ആരോഗ്യം, നമുക്ക് കോട്ടമൊന്നുമില്ലാതെ കയ്യും കാലും ഇല്ലാതൊക്കെ എന്തുമാത്രം പേര് ജനിക്കുന്നുണ്ടല്ലേ. അങ്ങനെയുള്ളതൊന്നും ഉണ്ടായില്ല. വിദ്യാഭ്യാസം, സമ്പത്ത് എല്ലാം ഉണ്ടല്ലോ. അങ്ങനെയൊന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ വർഷിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ അതായത് ദൈവം എന്നെ സ്നേഹിക്കുന്ന നമ്മൾ പറയുന്നതല്ലാതെ ഒരനുഭവത്തിലൂടെ. എന്നിട്ട് അതിനൊക്കെ ഒന്ന് കർത്താവിന് നന്ദി പറയാം. അപ്പൊ ക്ഷമിക്കാനുള്ളവര്, ക്ഷമ ചോദിക്കാനുള്ളവര്, പിന്നെ ദൈവവചനം, ദൈവ സ്നേഹത്തെ കുറിച്ചുള്ള ഒരു 3, 4, 5, 6 നിങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം ദൈവവചനങ്ങൾ എഴുതുക. പിന്നെ ശരിക്കും എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങള്, കൃപകള് ഒക്കെ ഒന്ന് എഴുതിയിട്ട് ഇതിനെല്ലാം വേണ്ടി ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി എന്ന് നമ്മൾ ഓരോന്ന് എഴുതുമ്പോൾ തന്നെ നമ്മൾ ചെക്കെഴുതുന്ന പോലെ കേട്ടോ. നമ്മൾ ദൈവത്തിന് നന്ദി പറയുക. ആ സ്നേഹം നമുക്ക് ധാരാളമായിട്ട് അനുഭവിക്കാൻ ഇടയാകട്ടെ. നാളെ ക്ലാസ്സിൽ വരുമ്പോഴേക്ക് ആകെപ്പാടെ ഇതുവരെ ഞാൻ ചിന്തിക്കാതിരുന്ന എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ വിഷമമുള്ള ആരോടെങ്കിലും ഒന്ന് മിണ്ടാനൊക്കെ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫോണിൽ കൂടെ ഒന്ന് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള വിഷമം അതുമൊക്കെ നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രത്യുത്തരം ഒത്തിരി പ്രധാനപ്പെട്ടതാണെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെയൊന്ന് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ആലിസ അമ്മച്ചി ഫോർ യുവർ വണ്ടർഫുൾ വൈൻഡ് അപ്പ് സെഷൻ. സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നതിനായി പുനലൂർ രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ സിൽവസ്റ്റർ കുഞ്ഞുമുത്തൻ പിതാവിനെ ഏറെ സ്നേഹബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേൾക്കാമോ? കേൾക്കാം പിതാവേ, കേൾക്കാം. പിതാവേ, ആ ഫോൺ ഒന്ന് ഹൊറിസോണ്ടലായിട്ട് വെക്കാവോ പിതാവേ? വെർട്ടിക്കലായിട്ടല്ലേ ഇപ്പൊ ഇരിക്കുന്നത്, ഒന്ന് ഹൊറിസോണ്ടലായിട്ട് വെച്ചാൽ ഞങ്ങൾക്ക് വലുതായിട്ട് കാണാം. ഇപ്പൊ കാണാമോ? വണ്ടർഫുൾ, താങ്ക് യു പിതാവേ. ഓക്കെ. അപ്പോ എനിക്ക് ഇത്രയും സ്നേഹം നിറഞ്ഞ ആലിസ് ടീച്ചറ്, ആലിസമ്മ, പിന്നെ നമ്മുടെ പുതിയ തച്ചനും 200ഓളം പേര് തന്നെ ഇതിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? കേൾക്കാമോ? പിതാവെ കേൾക്കാം. ഇത്തിരിയുടെ ഉറക്കെ പറയാമെങ്കിൽ. ഓക്കെ. ഞാനിപ്പം ബാംഗ്ലൂരിലാണ്. പിന്നെ ഒരു മുറിയിലിരുന്ന് കൂടുതൽ ശബ്ദം ഇടാതിരിക്കാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കുന്നതെങ്കിലും ഇപ്പൊ കേൾക്കാമോ? ഓക്കെ. അപ്പോൾ ഞാൻ അരമണിക്കൂറായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ രൂപതക്കാരിയായ റോസ്മേരി, ഞങ്ങൾ മോളി എന്ന് പറയും, റോസ്മേരിയുടെ ടെസ്റ്റ് മണി കേട്ടു. ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി ദിവസങ്ങൾ വിജിൽ പ്രയറൊക്കെ നടത്തിയിട്ടുള്ളതാണ്. പിന്നീട് സഹോദരി സീന ഇല്ലേ, അവരുടെ ടെസ്റ്റ് മണിയും കേൾക്കുകയുണ്ടായ വളരെ സന്തോഷം. ഞാൻ അവസാന സന്ദേശം നൽകാനായിട്ടാണല്ലോ ഞാൻ ഈ സന്ദേശം എന്ത് നൽകണമെന്ന് ചിന്തിച്ചപ്പോ കേൾക്കാമല്ലോ അല്ലേ? പിതാവിന്റെ കൈ ക്യാമറയിൽ വരുന്നുണ്ട്. പിതാവെ ഒന്ന് മാറ്റി പിടിക്കാവോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ, ഇപ്പൊ ഓക്കെ. ഇതുപോലെ ഫിക്സ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. അതായത് കേൾക്കുന്നില്ലെങ്കിൽ കൈ കാണിച്ചാൽ മതി. ഞാൻ
ഇതൊരു വിശ്വാസ പരിശീലന പ്രോഗ്രാം കൂടെയാണല്ലോ അല്ലേ? നമ്മുടെ മാത്യു പിതാവിന്റെ കൈ അവിടുന്ന് മാറ്റി വെക്കണേ. ഇപ്പൊ ശരിയായോ? ശരിയായി. താങ്ക് യു. ഓക്കെ. അപ്പൊ ഇതൊരു കുഴപ്പമില്ലല്ലോ ഇങ്ങനെ വെച്ചാൽ? കുഴപ്പമില്ല, ഇപ്പൊ ഒരു കുഴപ്പമില്ല. താങ്ക് യു. ശരി, ഓക്കെ. താങ്ക് യു പിതാവേ. ശരി. ഞാനേ നമ്മുടെ ഒരു വിചിന്തനത്തിനായിട്ട് നമ്മൾ പത്രോസിനെ ഒന്ന് എടുക്കുകയാണ്. പത്രോസിനെ, കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണല്ലോ പത്രോസ്. നമ്മുടെ ഒരു ധ്യാനത്തിനും ഒരു പേഴ്സണൽ റിഫ്ലക്ഷനും ഞാൻ ഇന്ന് ധ്യാനിച്ചതാണ് ഈ കർത്താവും പത്രോസുമായിട്ടുള്ള ഒരു ബന്ധം. ഒന്നാമത് മർക്കോസിന്റെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തില് ഈ കെസറിയ ഫിലിപ്പിയിൽ വെച്ചുള്ള ഒരു ടെസ്റ്റ് മണി. കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, എന്നെക്കുറിച്ച് മറ്റുള്ളവരെന്തു പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് നോക്കി പറഞ്ഞു. പിന്നീട് ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ എന്ത് പറയുന്നു? അപ്പോൾ എനിക്ക് ഈ ഓൺലൈനിലൂടെ എന്നെ ശ്രവിക്കുന്നവരും നമ്മളെല്ലാവരും തന്നെ എന്നും ഓർക്കേണ്ട ഒരു കാര്യം, കർത്താവ് എന്നോട് ചോദിക്കുന്ന ചോദ്യമായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ആരെന്നാണ് നീ പറയുന്നത് എന്ന് കർത്താവ് നമ്മോടിപ്പോൾ ചോദിക്കുകയാണ്. ഇനി പത്രോസിൻ്റെ വേറൊരു എപ്പിസോഡ്, ഈ പത്രോസ് വലിയ ആളാണല്ലോ, പക്ഷേ കർത്താവിൻ്റെ പീഡനങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞപ്പോഴേ ത്രിവിയും പഠിച്ചിട്ട് കർത്താവ് നിനക്കതൊന്നും സംഭവിക്കരുതെന്ന് പറയും. ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ. അപ്പോഴേ നീ എന്നെ തള്ളി പറയും, നിന്റെ സ്വഭാവം എനിക്കറിയാം. അപ്പൊ നമ്മൾ ഇന്ന് നല്ല തീരുമാനമെടുത്ത് കർത്താവ് എൻ്റെ രക്ഷകനാണെന്ന് പറയുമ്പോഴും കർത്താവിനറിയാം നമ്മൾ കുറെ കഴിയുമ്പോൾ അറിയാതെ മാറ്റി പറയും. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാസ്തവത്തിൽ വളരെ ടച്ചിങ് ആണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ 22-ാം അധ്യായം 33-ാമത്തെ വാക്യം, 32-33 ഭാഗങ്ങളൊക്കെ നല്ല രസമാണ്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഈ ഇന്റർസെസറി പ്രെയറൊക്കെ നമ്മൾ നടത്തുന്നവരാണ്. യഥാർത്ഥത്തിൽ കർത്താവാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പിന്നെ കർത്താവ് മരിക്കുകയും ചെയ്തു നമുക്ക് വേണ്ടി, പക്ഷെ ഉയർക്കുകയും ചെയ്തു. അപ്പോൾ പത്രോസുമായിട്ടുള്ള അടുത്തൊരു ബന്ധമാണ്. ഇനി അടുത്തൊരു ബന്ധം കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിലാണ്. ഈ പത്രോസിൻ്റെ അടുക്ക് ചോദിക്കുക. അപ്പോൾ ഈ പത്രോസ് വീമ്പടിച്ച ആളാണ്. നീ എന്നെ സ്നേഹിക്കുന്നോന്ന് ചോദിക്കുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ പത്രോസ് പറഞ്ഞ ഉത്തരം, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്കറിയാമല്ലോ, എല്ലാം അറിയാം, ആടുകളെ മേയ്ക്കാനാണ് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും കർത്താവ് ഈ പത്രോസ് അതോടുകൂടെ എല്ലാം ആയി, കാരണം ആടുകളെ മേയ്ക്കാനുള്ള അധികാരമൊക്കെ കിട്ടിയിരിക്കുകയല്ലേ, സഭയുടെ പാപ്പയുമായി എല്ലാമായി. നമുക്കറിയാം, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ ഇത്തിരി വീമ്പൊക്കെ ഉണ്ടായിരുന്ന ആളാണ് പത്രോസ്. പക്ഷേ കർത്താവ് ഇങ്ങനെ ഉത്ഥാനത്തിന് ശേഷമാണ് കേട്ടോ, ഉത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് വന്നു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞൊക്കെ എല്ലാമായി. അതിനുശേഷം കർത്താവ് തനിക്ക് ഏൽപ്പിച്ച ചുമതലകളൊക്കെ എടുത്തിട്ട്, പക്ഷേ ഞാൻ പറയും അതോടുകൂടെ തീർന്നില്ല. പത്രോസിൻ്റെ റിയൽ മാനസാന്തരം വരുന്നത് പിന്നീടാണ്. അതായത് ഇപ്പോൾ കർത്താവിനെ കണ്ടു, കർത്താവുമായിട്ട് കർത്താവിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുന്നു, പിന്നെ കർത്താവിന് വേണ്ടി പ്രസംഗിക്കുന്നു. പക്ഷെ എങ്കിലും യഥാർത്ഥത്തിൽ പത്രോസ് മാനസാന്തരപ്പെട്ടില്ല. പത്രോസിന്റെ മാനസാന്തരം വരുന്നത് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തില്
10-ാം അധ്യായത്തിലാണ്. അവിടെ ഒരു സ്വപ്നം കാണുന്നു, എല്ലാം ഭക്ഷിക്കാനായിട്ട് പറയുന്നു. അപ്പോഴ് ആകപ്പാടെ വിമുഖത അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. പിന്നീട് പറയുകയാണ്, ദൈവം വിശുദ്ധീകരിച്ചത്, നീ അശുദ്ധമൊന്നും പറയരുത്. പിന്നീട് സംഭവിക്കുന്നത് നമുക്കറിയാമല്ലോ. ഞാൻ ചുരുക്കി പറയുകയാണ്, കൊർണേലിയസിനെ സ്വീകരിക്കാനായിട്ടുള്ള സ്വപ്നമായിരുന്നു അത്. അപ്പോ കർത്താവിനെ സ്നേഹിക്കുക, മർക്കോസിന്റെ സുവിശേഷത്തില് കർത്താവിനെ രക്ഷകനായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നീട് കർത്താവിനോടൊപ്പം ആകാമെന്ന് പറയുന്നു. കർത്താവ് പറയുന്ന കൽപ്പന സ്വീകരിക്കുന്നു. പക്ഷെ എങ്കിലും ആയിട്ടില്ല. അപ്പോ യഥാർത്ഥ ശിഷ്യനാകുന്നത് എല്ലാവരെയും സ്വീകരിക്കുവാനുള്ള മനസ്സിന്റെ ഉടമയാകുമ്പോഴാണ്. അത് കൊർണേലിയസിനെ സ്വീകരിക്കുന്നതോടെ അവിടെയാണ് വിജാതിയരെ എല്ലാവരെയും സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനുമായിട്ടുള്ള ഒരു തീരുമാനം തന്നെ വരുന്നത്. അപ്പൊ നമ്മള് ഈ പ്രത്യേകിച്ചും ആത്മീയമായിട്ട് വളരുമ്പോൾ നമുക്ക് കുറെ അഹന്ത ഉണ്ടാകും. പത്രോസിനെ പോലെ നമുക്ക് ഒരുപാട് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാകും. അപ്പോ നമ്മുടെ റൂഫസ് പെരേര അച്ഛൻ്റെ കാര്യം നമ്മുടെ ടീച്ചർ റെഫർ ചെയ്തല്ലോ. റൂഫസ് പെരേര അച്ഛനെ എനിക്കറിയാം, ഞങ്ങളെ ധ്യാനിപ്പിച്ചിട്ടുള്ള ആളാണ് 76-ല്. അപ്പോ ഈ നമ്മള് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചിലപ്പോ നമ്മള് വേറൊരു തലത്തിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ഒരു കോൺസ്റ്റന്റ് കൺവേർഷനാണ്. നിരന്തരമായ മാനസാന്തരവും അതിവിടെ നേരത്തെ പറയുണ്ടായി, ടീച്ചർ തന്നെ പറഞ്ഞു, കറണ്ടുമായിട്ടില്ല ഇല്ലേ, കറണ്ട് പോയാൽ ഇരുട്ടാകുന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പൊ അത് ഞാനും പലപ്പോഴും പറയുന്നതാണ്. ഒരു ട്രെയിൻ വന്ദേ ഭാരത് ട്രെയിനിൽ കയറിയാലും കറണ്ട് ഇല്ലെങ്കിൽ പോയി, മനസ്സിലായല്ലോ. അകത്തിരുന്ന് അപ്പോഴേ വേർക്കാനേ പറ്റുകയുള്ളൂ. അപ്പോ നമ്മള് ഒരു കർത്താവുമായിട്ടുള്ള ബന്ധം, നമ്മുടെ ബൈബിൾ വായിക്കുക വഴി, കർത്താവിൻ്റെ ശിഷ്യരാകുക വഴി, പ്രേക്ഷിത ചൈതന്യം സ്വീകരിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് നമ്മളൊന്നും ആയിട്ടില്ല. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയക്കാരുടെ ലേഖനത്തില് 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഒന്നും ആയിട്ടില്ല. കാരണം എത്രയോ സഭകൾ സ്ഥാപിച്ച് എത്രയോ പേരെ കർത്താവിലേക്ക് കൊണ്ടുവന്ന് നല്ല ഡോക്ടറിൻ നൽകിയ ആള് പറയാണ് ഒന്നും ആയിട്ടില്ല. പക്ഷെ കർത്താവ് എന്നെ സ്വന്തമാക്കി. പത്രോസിനോട് പറഞ്ഞ എന്താണ്? ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറയുന്നത് എന്താണ്? കർത്താവ് എന്നെ സ്വന്തമാക്കി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രമിക്കുന്നവരെ, നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. അപ്പോ നമ്മൾ കർത്താവിനെ മറക്കുമ്പോഴും കർത്താവ് നമ്മളെ ഓർത്ത് നമ്മളോട് കരുതലുണ്ട്. അപ്പോൾ അത് അല്പസമയം മതി ആ ഒരു കരുതൽ അനുഭവിക്കുവാനും തിരിച്ചറിയുവാനും. ഇന്ന് ഈ സന്ധ്യയായി ഉറങ്ങാനുള്ള സമയമായി പലർക്കും. അപ്പോൾ ഈ വചനം കേട്ട് വളരെ അനുഭവങ്ങളുടെ ക്യാൻസറിൻ്റെതായ അനുഭവം, കുടുംബത്തിലെ എന്താണ് ഇനി വേണ്ട എന്നുള്ള ചിന്ത പേരൻസ് വയ്ക്കുമ്പോൾ കർത്താവ് നൽകുന്ന വലിയൊരു കരുതൽ ഒക്കെ കേട്ട് ആയിരിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ ആഴപ്പെടാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ പിതാവേ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന പ്രിയ മക്കളെ ഒക്കെ എന്ന് പറയുന്നു. പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ടുള്ള ഈ യാത്രയിൽ അതുപോലെ കർത്താവ് ദൈവോന്മുഖമായിട്ട് വളരുവാൻ, യാത്ര ചെയ്യുവാൻ അങ്ങനെ ഏവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന മിസ്യു ഗ്രൂപ്പിനെയും പ്രിയപ്പെട്ട ടീച്ചറിനെയും മറ്റു പ്രിയാത്തച്ഛനെയും മറ്റെല്ലാ ലീഡേഴ്സിനെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ,
തായ്തടിയോട് ശാഖകൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണല്ലോ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുക. എന്നും നിന്നോടുകൂടെ ആയിരുന്നു നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സ്നേഹത്തിന്റെ, കരുതലിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, നീതിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് ഞങ്ങൾ ഏവരെയും അനുഗ്രഹിക്കണം. പരിശുദ്ധ മറിയമേയുടെ പ്രത്യേകമായ മാധ്യസ്ഥം നൽകി ഞങ്ങൾക്ക് പിന്നെ അനുഗ്രഹിക്കണം. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പിതാവേ. ഒത്തിരി തിരക്കുകൾക്കിടയിലും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്ന് ഞങ്ങൾക്ക് സമാപന സന്ദേശവും ആശീർവാദവും നൽകിയതിന് ഒത്തിരി നന്ദി. സ്നേഹമുള്ളവരെ, സമാപന ഗാനത്തോടെ ഈ സെഷൻ അവസാനിക്കുകയാണ്. യാതൊരു തടസ്സങ്ങളും കൂടാതെ ഈ സെഷൻ അതിന്റെ പൂർണ്ണതയിൽ ചെയ്യാൻ നമ്മെ സഹായിച്ച ത്രിയേക ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ സെഷന്റെ വിജയത്തിനായി പ്രയത്നിച്ച എല്ലാവർക്കും ഒപ്പം നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. സമാപന ഗാനത്തിനായി ജെയിൻ ചേച്ചിയെ ക്ഷണിക്കുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ സ്നേഹതാരാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ സ്നേഹതാരാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി